എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ആമസോണിന്റെ കമ്മീഷനും അതേപോലെ അവരുടെ ചാർജസും എത്രയാണ്, അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാണ് പറയാൻ പോണത്. ആമസോണിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഹോം ആൻഡ് കിച്ചണ്, ഓട്ടോമൊബൈൽസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ആമസോണിലുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും ഓരോ ചാർജസും ഓരോ കമ്മീഷനാണുള്ളത്. അപ്പൊ അതെല്ലാം ഈ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ വേണം. നമുക്ക് എത്രയാണ് എല്ലാ ചെലവ് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര രൂപയാണ് നമുക്ക് ഒരു കയ്യിൽ കിട്ടുക. അപ്പോഴാണ് നമുക്ക് ഒരു ബിസിനസിന്റെ ഒരു ഐഡിയ കിട്ടുക. അപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന്റെ മുന്നേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലോസ് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല അറിവോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കൂട്ടാനും പറ്റും. അപ്പോൾ ആമസോണിൽ എന്ന് മാത്രമല്ല, നമ്മൾ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ കോസ്റ്റ് കറക്റ്റ് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു ഐഡിയ കിട്ടുക ഇത് ചെയ്താൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ആമസോണ് ഈ പേജ് എന്ന് പറഞ്ഞാൽ ആമസോണിന്റെ വെബ്സൈറ്റ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ വെബ്സൈറ്റ് പോകണതാണ്. അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാല് റെഫറൽ ഫീസ് വരുന്നുണ്ട്, അതേപോലെ ക്ലോസിംഗ് ഫീ വരുന്നുണ്ട്, പിന്നെ വെയിറ്റ് ഹാൻഡിൽ ഫീ വരുന്നുണ്ട്, പിന്നെ അതർ ഫീ വരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാല് നമ്മള് ഈസി ഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഇതിന്റെ മുന്നേ FBA, ഈസി ഷിപ്പ്, അതേപോലെ സെൽഫ് ഷിപ്പ്, ഈ മൂന്ന് കാര്യങ്ങളും ഇതിന്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഒരു ബിഗിനർ വരുമ്പോൾ FBA കുറച്ച് ഒരു റിസ്ക് കാര്യം ചെയ്യാന്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ബിഗിനർ വെച്ച് നോക്കുമ്പോൾ അവര് ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുക ഈസി ഷിപ്പ് ആണ്. ഈസി ഷിപ്പ് അറിയാത്തവർക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. ഈസി ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പ്രൊഡക്ട്സ് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാല് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. ആമസോണിന്റെ ഡെലിവറി ആൾക്കാർ വന്നിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ ഓഫീസിൽ വന്നിട്ട് സാധനം പിക്ക് ചെയ്ത് അവർ കൊണ്ടുപോയി ഡെലിവറി ചെയ്യും. FBA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പ്രൊഡക്ട്സ്, അതായത് നമ്മളെ സ്റ്റോക്ക് എന്ത് ചെയ്യാണ്, നമ്മള് FBA ആമസോണിന്റെ വെയർഹൗസിൽ അയക്കാണ്. അവിടുന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ അവരെന്നെ പാക്ക് ചെയ്ത് അവരെന്നെ ഡെലിവറി ചെയ്തോളും. അപ്പൊ ഈസി ഷിപ്പിലാണ് നമ്മൾ ഇന്നത്തെ ഡീറ്റെയിൽസ് പറയാൻ പോണത്. ഈസി ഷിപ്പാണ് ഒരു ബിഗിനർ സംബന്ധിച്ചിടത്തോളം ഈസി ഷിപ്പിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ ഫസ്റ്റ് ഫീ എന്ന് പറഞ്ഞാല് റെഫറൽ ഫീ ആണ്. റെഫറൽ ഫീ എന്ന് പറഞ്ഞാല് അത് ഓരോ കാറ്റഗറിക്കും ഓരോ റെഫറൽ ഫീ ആണ് വരുന്നത്. അപ്പൊ അതിൽ ഓട്ടോമൊബൈൽ ഉണ്ട്, ബേബി പ്രൊഡക്ട്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഗ്രോസറി, അതേപോലെ ഹെൽത്ത്, ഹോം ആൻഡ് ഡെക്കോർ, കിച്ചൺ ആൻഡ് ആക്സസറീസ്, അതേപോലെ സ്പോർട്സ്, ജിം റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് ഇതിലൊരു ഹോം ആൻഡ് ഡെക്കോർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൽ ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട്. ക്ലോക്കിനാണെങ്കിൽ 8%, ഫർണിച്ചർ ആണെങ്കിൽ 15%, ഹോം ആൻഡ് ഫർണിഷിംഗ് ആണെങ്കിൽ 12%, അങ്ങനെയാണ്. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് ഇപ്പൊ അവിടെ നമ്മള് ഈ ഒരു ഹോം ആൻഡ് ഡെക്കോറിൽ മാട്രസ് എടുത്ത് നോക്കുകയാണ്. മാട്രസിലാണെന്നുണ്ടെങ്കിൽ 15,000 രൂപയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ, 15,000 രൂപയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഇത്ര ശതമാനം, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ക്ലോക്കിനാണെന്നുണ്ടെങ്കിൽ 8% വരുന്നത്. പിന്നെ അതേപോലെ ഹോം ഫ്രാഗ്രൻസ് ആൻഡ് കാൻഡിൽസ് ആണെങ്കിൽ 10%. അത് ഓരോ കാറ്റഗറിയിലും ഓരോ ശതമാനമാണ് വരിക, ഓരോ പെർസെന്റേജ് ആണ് വരിക. അപ്പൊ അത് നമ്മൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് എന്തെങ്കിലും കിച്ചൺ റിലേറ്റഡ് സ്പാച്ചുല അങ്ങനെ എന്തെങ്കിലും വിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഹോം ആൻഡ് കിച്ചണറിയിൽ പോവുക. എന്നിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ സ്പാച്ചുലന്റെ കാറ്റഗറി ഉണ്ടാവും. അപ്പൊ ആ കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പാച്ചുലന്റെ പെർസെന്റേജ് എത്രയാന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ അടുത്ത് മനസ്സിലാക്കുന്നത് ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നാണ്. അപ്പോ നമ്മളിപ്പോ ഒരു 450 രൂപയുടെ ഒരു ബുക്കാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ബുക്കിന്റെ റെഫറൽ ഫീ 4%. അപ്പൊ 450 ഇൻറ്റു 4%, 450ന്റെ 4% 18 രൂപ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റെഫറൽ ഫീ ഫോർ ദി ബുക്ക് ഈസ് 18 റുപ്പീസ്, 18 റുപ്യാണ് അതിന് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്ലോസിംഗ് ഫീ ആണ്. ക്ലോസിംഗ് ഫീ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്, 0 മുതൽ 250. അതായത് നമ്മള് ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണ്, നമ്മള് ഒരു പ്രൊഡക്റ്റിന്റെ വില, ഇപ്പൊ നമ്മളൊരു വാട്ടർ ബോട്ടിൽ വിൽക്കുകയാണ്. ആ വാട്ടർ ബോട്ടിലിന്റെ വില എന്ന് പറഞ്ഞാൽ 210 റുപ്യാണ്. ഇപ്പൊ 210 റുപ്യ ആണെങ്കിൽ ഫിക്സഡ് ക്ലോസിംഗ് ഫീയിൽ 3 റുപ്യാണ് വരിക. അതായത് ഒരു 1000 റുപ്യന്റെ മുകളിലേക്കുള്ള പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ 56 റുപ്യാണ് വരിക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീ ആണ്. വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീ എന്ന് പറഞ്ഞാല് നമ്മളെ ഭാരത്തിനനുസരിച്ചാണ്. ഇപ്പൊ നമ്മള് ഡെലിവറി ചാർജ് ചോദിക്കൂലെ, അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ 500 ഗ്രാമിന്റെ താഴെയുള്ളതാണെന്നുണ്ടെങ്കിൽ ലോക്കലില് 44 ആണ്, റീജിയണൽ 53 ആണ്, നാഷണലില് 74 ആണ്.
അപ്പോൾ ഈ ലോക്കൽ, റീജിയണൽ, നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിന്റെ അടുത്തുള്ള സ്ഥലങ്ങൾക്കാണ് ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡെലിവറി 44 വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് ആണ് ഇപ്പൊ നമ്മൾ വിൽക്കുന്നത്, അത് വേറെ ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഓർഡർ ചെയ്തിരുന്നുണ്ടെങ്കിൽ 74 വരിക. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഇത് നമ്മളെ ലോക്കൽ ഏതാണെന്നും റീജിയണൽ ഏതാണെന്നും നാഷണൽ ഏതാണെന്നും മനസ്സിലാക്കാൻ ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ്, ഈ ഒരു കാര്യങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. പിന്നെ നമ്മൾ FBA ചെയ്യുമ്പോൾ അതിന്റെ വേറെ ഒരുപാട് ഫീസ് വരുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ പിന്നെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നോക്കേണ്ടത്: റഫൽ ഫീ, ക്ലോസിംഗ് ഫീ, പിന്നെ വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീ. ഈ 3 ഡീറ്റെയിൽസ് ആണ്, ഈ 3 കമ്മീഷനും ചാർജസും ആണ് മെയിൻ ആയിട്ട് ആമസോൺ ഈടാക്കുക. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രൊഡക്റ്റിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും, നമുക്ക് എത്രയാണ് നമുക്ക് റിട്ടേൺ കിട്ടുക എന്നുള്ളത്. അങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, ലോഞ്ച് ചെയ്യുക. അപ്പൊ ലോഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ പ്രൈസിങ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓവർ വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീസിൽ നമ്മൾ കൂടുതൽ ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ വലിയൊരു ഇഷ്യൂ ആയിട്ട് വരില്ല. വെയിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വെയിറ്റ് നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ പരമാവധി വെയിറ്റ് കുറച്ച് 1 കിലോക്ക് താഴെ, മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ 1/2 കിലോക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ അങ്ങനത്തെ പ്രൊഡക്ട്സ് ആകാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതേപോലെ നമ്മൾ പൊട്ടുന്ന സാധനങ്ങള് അതൊക്കെ അതെല്ലാം വിൽക്കുക. പക്ഷെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ പരമാവധി ഡാമേജ് കുറഞ്ഞ പ്രൊഡക്റ്റുകൾ, ചാൻസ് കുറഞ്ഞ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ലോസ് വരില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ നമുക്ക് ആമസോണിന് അതേപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക, അതേപോലെ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുക, ആമസോണിൽ എങ്ങനെ ലിസ്റ്റ് ചെയ്യുക, അതിന്റെ ലിസ്റ്റിംഗ് ഇമേജസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് മാസത്തിൽ നമുക്ക് സെയിൽസ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നിൽ റിട്ടേൺ GST ഫയൽ ചെയ്യുക, നമുക്ക് സ്വന്തമായിട്ട് ഫയൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മൊത്തം ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോഴ്സ് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് അവൈലബിൾ. അപ്പോൾ ആ കോഴ്സ് തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മൾ, അത് ശരിക്ക് 15,000 രൂപയാണ് വില വരുന്നത്. പക്ഷെ അത് തികച്ചും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. കോഴ്സ് കിട്ടാനുള്ള ആക്സസ് കിട്ടാനുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.